ഈ ഒരു വീഡിയോ ട്യൂട്ടോറിയൽ വീഡിയോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പക്കാ ട്യൂട്ടോറിയൽ വീഡിയോ അല്ല. ഇത് ഞാൻ സ്റ്റാൻഡേർഡ് മെഷർമെന്റിൽ ചെയ്യുന്നതല്ല കേട്ടോ. ഇത് ഞാൻ എൻ്റെ ചേച്ചിയുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് ചെയ്തൊരു ബേബി ഫ്രോക്കാണ്. 5 വയസ്സാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ സ്റ്റാൻഡേർഡ് മെഷർമെന്റിലല്ല ഇത് ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പം അത്യാവശ്യം ട്രെൻഡിങ്ങിലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്രോക്കാണ് നമ്മുടെ ക്യാൻ ലേസ് വെച്ചിട്ടുള്ള ഒരു ഫ്രോക്ക്. അതെന്താണെന്നുള്ളത് ഞാനിവിടെ സൈഡിൽ കൊടുത്തേക്കാം, ആ ഒരു ഫ്രോക്കിൻ്റെ മോഡൽ. അപ്പോൾ നിങ്ങൾക്ക് അതൊന്നുകൂടെ കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ഈ ക്യാൻ ലേസ് നമ്മുടെ ഫ്രോക്കിന് താഴെ പിടിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു പ്രത്യേക ഷേപ്പ് ആ ഒരു ഉടുപ്പിന് കിട്ടും. അത് കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ആ ഒരു മോഡലിൽ ചെയ്യാം എന്നൊക്കെ ഓർത്ത് പ്ലാൻ ചെയ്ത് ലേസും എല്ലാം സെറ്റാക്കി ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങിയതാണ്. നിങ്ങൾ തമ്മിലിൽ കണ്ടതുപോലെ തന്നെയാണ് ക്യാൻ ലേസ് എന്നെ നല്ല രീതിയിൽ പറ്റിച്ചു ഗൈസ്. ഞാൻ എന്താണോ എക്സ്പെക്റ്റ് ചെയ്തത് അതിന് നേരെ ഓപ്പോസിറ്റാണ് എനിക്ക് കിട്ടിയിരുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ചില സമയങ്ങളിൽ നമുക്ക് അങ്ങനെ ആയിരിക്കും, കയ്യിൽ നിന്ന് പോകും. പിന്നെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു വീഡിയോ ആണിത്. ഇതിൽ പ്രത്യേകിച്ച് പാറ്റേൺ ഡ്രാഫ്റ്റിങ്ങിലൊന്നും ഞാൻ എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ബേസിക് കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ഷോൾഡർ പോയിന്റ് മാർക്ക് ചെയ്യുന്നു, ആം ഹോൾ മാർക്ക് ചെയ്യുന്നു, ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നു, വേസ്റ്റ് മാർക്ക് ചെയ്യുന്നു, ടോപ്പിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യുന്നു, കഴുത്ത് മാർക്ക് ചെയ്യുന്നു, അതെല്ലാം തന്നെയാണ്. അതിനുശേഷം നമ്മൾ ബാക്ക് ബോഡീസും ഇതേപോലെ ഫ്രണ്ട് ബോഡീസ് ഒരു ഫ്രഷ് പാറ്റേൺ പേപ്പറിന് പുറത്ത് വെച്ചിട്ട് ആ ബൗണ്ടറീസ് എല്ലാം ഒന്ന് ട്രേസ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം ബാക്ക് ബോഡീസിൽ നമ്മൾ കഴുത്ത് മാർക്ക് ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. അഡീഷണൽ ആയിട്ട് ഒന്നും തന്നെ പാറ്റേൺ ഡ്രാഫ്റ്റിങ്ങിൽ പറയാനില്ല. പിന്നീടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മളിത് ഫാബ്രിക്കിൽ നമ്മൾ ട്രേസ് ചെയ്യുന്നു, അവിടെയും നമ്മൾ അഡീഷണൽ തയ്യൽ തുമ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു, എന്നിട്ട് അത് കട്ട് ചെയ്ത് മാറ്റണം. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഈ ഒരു കഥയുടെ മെയിൻ അവതാരം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ക്യാൻ ലേസ് തന്നെയാണ്. അതിനൊരു പ്രത്യേക ടെക്നിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ച് ചെയ്താലേ നമുക്ക് ആ ഒരു ടെക്സ്ചറിൽ കിട്ടത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ കരുതി അത് വെച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ തന്നെ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അങ്ങനെയല്ല ഗൈസ്. അപ്പോൾ അതിൻ്റെ സീക്രട്ട് ഞാൻ വരുന്ന കാര്യങ്ങളിൽ പറയുന്നതായിരിക്കും. ഇപ്പം ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പോർഷനിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളതെല്ലാം ഒന്ന് കണ്ടിട്ട് വാ. ഫാബ്രിക്സ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു ഫാൻസി നെറ്റാണ്. പിന്നെ ഒരു കോട്ടൺ ഫാബ്രിക് നമുക്ക് ലൈനിങ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സിൽക്ക് ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കും ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫാൻസി നെറ്റിന് താഴെ സാറ്റിനാണ് പൊതുവെ വെക്കുന്നത്. പക്ഷേ സാറ്റിന് എനിക്ക് എക്സാക്റ്റ് ആ കളർ കിട്ടാഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫാബ്രിക് ചൂസ് ചെയ്തത് കേട്ടോ. നമ്മൾ ഫ്രണ്ടും ബാക്കും ട്രേസ് ചെയ്യണം. ബാക്ക് ട്രേസ് ചെയ്യുമ്പോൾ നമ്മൾ സിബ് പിടിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ 1 ഇഞ്ച് നീക്കി വെച്ചിട്ടാണ് ഒന്ന് ട്രേസ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് നിങ്ങളൊന്ന് കണ്ടിട്ടോ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിന് ഫാബ്രിക്സ് എങ്ങനെയൊക്കെയാണ് എടുത്തതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നമുക്ക് ഫാൻസി നെറ്റ് വന്നിട്ട് ഞാനൊരു 1/2 മീറ്ററാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഉള്ളത് നമ്മുടെ കോട്ടൺ ലൈനിങ് ആണ്. അത് ഞാൻ മൊത്തം ഒരു 1.5 മീറ്റർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു സിൽക്ക് പാറ്റേൺ പറഞ്ഞല്ലോ, അതും ഞാനൊരു 1/2 മീറ്ററിൻ്റെയൊക്കെ ആവശ്യമേ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് ഫ്രോക്കിന് താഴെ നമ്മൾ സ്കേർട്ട് ഭാഗം വരുന്നിടത്ത് ക്രേപ്പ് ഫാബ്രിക്കും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഞാനൊരു 1.5 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. അത് ആ ഒരു സെക്ഷൻ വരുമ്പോൾ ഞാൻ അതിനെപ്പറ്റി പറയാം. അപ്പോൾ ഞാൻ അങ്ങനെ ഫ്രണ്ട് പാറ്റേണും ബാക്ക് പാറ്റേണും രണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലിനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ ഞാനൊരു വേറൊരു മെത്തേഡിലാണ് ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നത് കേട്ടോ. ആദ്യം നമ്മൾ ടോപ്പിൻ്റെ രണ്ടിൻ്റെയും നല്ല വശം ഇങ്ങനെ വെക്കുക. നെറ്റ് വരുന്ന ഭാഗം, അതായത് ഫാൻസി നെറ്റ് വരുന്ന ഭാഗത്തിന് ഒരു സൈഡിലോട്ടാക്കിയിട്ട് നമ്മുടെ കോട്ടൺ ലൈനിങ്ങും അല്ലാതെ സിൽക്ക് ബ്ലെൻഡഡ് ഒരു ലൈനിങ് ഉണ്ടല്ലോ, അത് രണ്ടും അതിന് ഓപ്പോസിറ്റ് സൈഡിലോട്ടും ആക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റും അതിൻ്റെ സിൽക്ക് വരുന്ന ലൈനിങ് ഒരു സൈഡിലോട്ട് ആക്കിയിട്ട് കോട്ടൺ മാത്രം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് മാറ്റിയും സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഞാനത് എടുത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ ഈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റഫിൾ സ്ലീവ്സ് ആഡ് ചെയ്യുകയാണ്. അപ്പം റഫിൾ സ്ലീവ് ആഡ് ചെയ്യാനായിട്ട് ഞാൻ അതിന് പ്രത്യേകിച്ച് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല, കാരണം എൻ്റെ കുറേ വീഡിയോസിൽ ഞാൻ റഫിൾ സ്ലീവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ 2.5 ഇഞ്ചാണ് ഷോൾഡറിൽ നിന്ന് 2 സൈഡിലോട്ടും സ്ലീവിലും മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ടോട്ടൽ സ്ലീവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 5 ഇഞ്ചാണ്.
അപ്പൊ അത്രയും ഫ്രിൽസ് നമുക്ക് കിട്ടണമെങ്കിൽ ഒരു 5 ഇഞ്ചിന്റെ ഒരു 3 ഇരട്ടി അല്ലെങ്കിൽ 4 ഇരട്ടി നെറ്റ് എടുത്താലേ നമുക്ക് അത്രയും ഫ്രിൽസ് കിട്ടത്തുള്ളൂ. ഞാനൊരു 2 ലെയർ ആയിട്ട് ഫ്രിൽസ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതേപോലെ നമ്മുടെ ടോപ്പിന്റെ പുറത്തോട്ട് വെച്ച് പിൻ ചെയ്ത് ആദ്യം അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതായത് ലൈനിങ്ങും കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് നമ്മുടെ സിൽക്ക് തുണി ഉണ്ടല്ലോ, സിൽക്ക് അല്ല, നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ ഫാൻസി നെറ്റ്, അതിനകത്താണ് നമ്മളൊന്ന് തയ്ച്ചെടുക്കേണ്ടത്. അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമ്മുടെ ലൈനിങ് ഉള്ളിൽ നിന്ന് പുറത്തോട്ട് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ വരുമ്പോഴും നമുക്ക് തയ്യൽ തുമ്പൊന്നും കാണാത്ത രീതിയിൽ തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ തയ്യൽ തുമ്പൊന്നും കാണാത്ത രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, സ്ലീവ് ഞാൻ 2 ലെയർ ആക്കിയാണ് നെറ്റ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് സെപ്പറേറ്റ് ആക്കി വെക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് നല്ല പഫ് ലുക്കിൽ സ്ലീവിൻ്റെ അവിടെ തന്നെ കിട്ടും. ഇനിയുള്ളത് സിബ് പിടിപ്പിക്കുന്നതാണ്. സിബ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നിങ്ങളതൊന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ. ടോപ്പിന്റെ കാര്യങ്ങൾ നമ്മളെല്ലാം ഓൾമോസ്റ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രോക്കിന്റെ ബോട്ടം പോർഷൻ ചെയ്യാനാണ്. അപ്പൊ ഇവിടം വരെയൊക്കെ ഞാൻ നല്ല കോൺഫിഡൻസിൽ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ലേസ് വന്ന് നമ്മളെ പണി പറ്റിച്ചു ഗൈസ്. പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഞാനിവിടെ ബോട്ടം പാർട്ട് ചെയ്യാനായിട്ട് 3 ലൈനിങ് പീസസ് ആണ് എടുത്തിരിക്കുന്നത്. കോട്ടൺ ലൈനിങ് എടുത്തിട്ടുണ്ട്, പിന്നെ ക്രേപ്പ് ലൈനിങ് എടുത്തിട്ടുണ്ട്, സാറ്റിൻ ലൈനിങ് എടുത്തിട്ടുണ്ട്. 3 ഫാബ്രിക്കിന്റെയും നീളം എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിന്റെ 3 ഇരട്ടി എടുക്കുക. അതിനോടൊപ്പം 2 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കുക. ഇതാണ് ബേസിക് കണക്ക് കേട്ടോ. അപ്പം ഓരോ ഫാബ്രിക്കിലും ഞാൻ 1 ഇഞ്ച് വീതിയിൽ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഫാബ്രിക്കിന്റെ ഹൈറ്റ് ഞാൻ എടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫ്രോക്കിന്റെ ടോട്ടൽ ഹൈറ്റ് ഞാൻ കുഞ്ഞിനെടുത്തിരിക്കുന്നത് 26 ഇഞ്ചാണ്. അതായത് നമ്മുടെ മുട്ട് കഴിഞ്ഞും കുറച്ചും കൂടെ താഴത്തോട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിൽ നമ്മുടെ ടോപ്പിന്റെ ലെങ്ത് 10 ഇഞ്ച് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് 16 ഇഞ്ച് ഉണ്ടല്ലോ, അതിനോടൊപ്പം തയ്യൽ തുമ്പും കൂടെ കൊടുത്താണ് ഞാൻ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ 3 ഫാബ്രിക്കിനും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നെറ്റിന്റെ ഫാബ്രിക്കിനും ഞാൻ അങ്ങനെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ നെറ്റ് 3 ലെയർ ആക്കിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. ആദ്യത്തെ ലെയറിന്റെ ഹൈറ്റ് ആണ് ഞാൻ ഇപ്പൊ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. ഇത് നമ്മുടെ 2ാമത്തെ ലെയർ ആണ്. ഏറ്റവും അവസാനത്തെയാണ് 3ാമത്തെ ലെയർ വരുന്നത്. അപ്പം 3ാമത്തെ ലെയറിന് നമ്മുടെ ആക്ച്വൽ ഹൈറ്റ് തന്നെയാണ്, അതായത് 16 ഇഞ്ച്. ഈ 16 ഇഞ്ചിനോടൊപ്പം ഒരു 4 ഇഞ്ചും കൂടെ ഞാൻ കൂട്ടുന്നുണ്ട്. അതായത് നമ്മൾ ക്യാൻ ലേസ് വെക്കുന്നുണ്ടല്ലോ, അപ്പൊ ക്യാൻ ലേസ് നമ്മൾ 4 ഇഞ്ച് വീതിയിലുള്ള ക്യാൻ ലേസ് ആണ് വെക്കുന്നത്. അപ്പൊ അത് വെച്ച് നമ്മൾ മടക്കിയടിക്കുകയാണ്. അപ്പൊ അങ്ങനെ മടക്കിയടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അഡീഷണൽ ഈ പറഞ്ഞ ഓരോ ലെയേഴ്സിന്റെ ഒക്കെ ഒരു 4 ഇഞ്ച് കൂട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഒരു വാല്യൂ കണ്ടത് കേട്ടോ. അപ്പോൾ ലൈനിങ് പീസസ് എല്ലാം നമ്മൾ 1 ഇഞ്ച് വീതിയിൽ പ്ലേറ്റ് ഇട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കോട്ടൺ ഫാബ്രിക്കും ക്രേപ്പും എല്ലാം നമ്മൾ അങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നെറ്റിൽ നമ്മൾ ഗ്യാദേഴ്സ് ഇടുമ്പോഴത്തേക്കും നമ്മൾ നീളം എടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ, അത് ഞാനൊരു 4 മീറ്ററോളം ഞാൻ എടുത്തു കേട്ടോ. അതായത് നെറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ലോണം ഞുറിവ് വേണമല്ലോ. അപ്പൊ അത്രയും ഞുറിവിൽ എടുക്കാനായിട്ട് ഞാൻ 4 മീറ്ററാണ് നീളം എടുത്തിരിക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ വൈറ്റ് നെറ്റിന്റെ. ഇപ്പൊ ഇത് കണ്ടോ, 3 ലെയേഴ്സ് ആക്കിയല്ലേ വന്നിരിക്കുന്നത്. ഓരോ ലെയറും 4 ഇഞ്ച് ഡിഫറൻസിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ളത് ഈ ഓരോ ലെയറിന്റെ അറ്റത്തും ക്യാൻ ലേസ് പിടിപ്പിക്കുക. ഇവിടെയാണ് നമ്മുടെ വില്ലൻ വരുന്നത്. ഇതാണ് നമ്മുടെ ക്യാൻ ലേസ് കേട്ടോ. ഇവിടെ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാൽ, നമ്മൾ 4 ഇഞ്ച് ക്യാൻ ലേസ് ആണ് നമ്മൾ ഓരോ ലെയറിന്റെ അറ്റത്ത് പിടിപ്പിക്കുന്നത്. അപ്പൊ എന്റെ കയ്യിൽ 2 ഇഞ്ച് ക്യാൻ ലേസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, 2 ഇഞ്ച് നമ്മൾ ഒരുമിച്ച് തയ്ച്ചെടുത്ത് ചേർത്ത് വെച്ച് തയ്ക്കുകയാണെങ്കിൽ നമുക്ക് 4 ഇഞ്ച് വീതി കിട്ടുമല്ലോ. അങ്ങനെ പറഞ്ഞ് തയ്ച്ചത് അതാ കിടക്കുന്നു. അതിന്റെ ഷേപ്പ് കണ്ടോ നിങ്ങൾ? നമ്മൾ വിചാരിച്ച രീതിയിലേ കിട്ടിയിട്ടില്ല, വലിയ ഷേപ്പിലാണ് വന്നത്. അപ്പോൾ പിന്നെയും അതേന്നും പറഞ്ഞിരിക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നു. കാരണം ഇപ്പൊ തന്നെ തയ്ച്ചു കഴിഞ്ഞപ്പോൾ രാത്രി 1 മണിയായി. ഇനിയും ആ ഷേപ്പ് കറക്റ്റ് ആക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉടുപ്പ് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അഡീഷണൽ ഒരു 4 ഇഞ്ച് ഓരോ ലെയറിനും
എക്സ്ട്രാ എടുത്തു എന്ന് പറഞ്ഞില്ലേ, ആ 4 ഇഞ്ച് ഞാനങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. കാരണം അത് നമ്മൾ ലേസ് മടക്കിയടിക്കാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ എടുത്തത്. ഇനി ലേസിന്റെ ആവശ്യം വേണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അതങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതിനുശേഷം ഞാൻ വിചാരിച്ചു ആ ഒരു ഓരോ ലെയേഴ്സിലും നമുക്ക് ഫ്രിൽസ് കൊടുക്കാമെന്ന്. ഫ്രിൽസ് കൊടുക്കുമ്പോഴും എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒത്തിരി അടിങ്ങിയുള്ള ഫ്രിൽസ് ഒക്കെ വേണമെങ്കിൽ നമ്മളൊരു 20 മീറ്റർ, ഒരു 15, 20, 30 മീറ്ററോളം നെറ്റ് വാങ്ങിയാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല അടിങ്ങിയുള്ള ഫ്രിൽസ് കിട്ടത്തുള്ളൂ. അപ്പൊ എൻ്റെ കയ്യിൽ ആകെ 5 മീറ്റർ നെറ്റായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ അവിടെയും വിചാരിച്ചു, ഓക്കെ 5 മീറ്റർ ഒക്കെ ഇല്ലേ, നമുക്ക് നല്ല സെറ്റ് ആക്കാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ തയ്ച്ചു കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ഒരു ലെയർ വെച്ച് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഞാൻ വിചാരിച്ചു നമുക്ക് 2 ലെയറൊക്കെ നെറ്റ് വെക്കുകയാണെങ്കിൽ നല്ല അടങ്ങിയിരിക്കുമല്ലോ, അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ 5 മീറ്റർ കൊണ്ട് എനിക്ക് ഓരോ ലെയേഴ്സിലും ഈ കാണുന്നത് പോലെ ഒരു ലെയർ വെച്ച് അറ്റാച്ച് ചെയ്യാനേ ഉണ്ടായുള്ളൂ. അപ്പൊ നമുക്ക് ഒത്തിരി ചെയ്യണമെങ്കിൽ ഒത്തിരി മീറ്ററോളം നെറ്റ് വേണ്ടി വരും കേട്ടോ. അപ്പൊ അവിടെയും എൻ്റെ കോൺഫിഡൻസ് എല്ലാം പോയി. പിന്നെ എനിക്ക് വീഡിയോ പ്രോപ്പറായിട്ട് എടുക്കാനൊന്നും തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാം കുറച്ച് വീഡിയോ ആയിട്ട് എടുത്തത്. അപ്പോൾ ഫൈനൽ ഔട്ട്പുട്ട് കൊളവാകും എന്നൊക്കെ പറഞ്ഞ് തന്നെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല, എല്ലാം ഫ്ലോപ്പായി പോയി എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരുന്നതാ. പക്ഷെ ഫ്രിൽസ് വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് സംഭവം നമ്മൾ ഉദ്ദേശിച്ച പോലെ വന്നില്ലെങ്കിലും പക്ഷേ രസമുണ്ട്, ഒരു ക്യൂട്ട് ലുക്ക് ഉണ്ട്. ഇത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ക്യാമറയിൽ അത്രയും അതിൻ്റെ ഒരു ഭംഗി വന്നിട്ടില്ല. പക്ഷെ നേരിട്ട് ഈ ഒരു ഡ്രസ്സ് കാണാൻ നല്ല രസമാണ്. ഈ കളേഴ്സും കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. അപ്പൊ നമുക്ക് എപ്പോഴും പ്രതീക്ഷിച്ച പോലെ നടന്നില്ലെങ്കിലും നമ്മളെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ അത് ബെറ്റർ ആക്കാൻ നോക്കിയാൽ ഉറപ്പായിട്ടും സെറ്റ് ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഉറപ്പായും സപ്പോർട്ട് ചെയ്യുക. ബൈ.